ടേസ്റ്റ് നോക്കിയിട്ട് എന്ത് പായസം പറയണം കേട്ടോ. പറ എന്ത് പായസം പറ. ആണോ? ഞാൻ കട്ട് ചെയ്യണ നീ കണ്ടില്ലേ? എനിക്ക് ബീഫ് അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നുണ്ടല്ലോ ജിമ്മിലെ പിള്ളേർ കുറേ ദിവസമായി നമ്മളോട്, അതായത് പിള്ളേർ ഇങ്ങോട്ടല്ല, ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരാമെന്നുള്ളത് കേട്ടോ. അത് അവർ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവരും ചെയ്തിട്ടില്ല കേട്ടോ. അതേ പിന്നെ നിങ്ങളൊന്നും കൊണ്ടുവരില്ലല്ലോ അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ പരാതിയൊക്കെ അങ്ങ് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ കഴിച്ചിട്ട് ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറേ വീഡിയോസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, അപ്പോൾ രാവിലെ എണീച്ച് സൺഡേ വ്ളോഗാണിത്. നേരത്തെ ഇടേണ്ട വ്ളോഗായിരുന്നു, പക്ഷേ സമയം കുറച്ച് വൈകി, കുറച്ചല്ല നല്ലോണം വൈകിയില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഇക്ക നീ പാൽപാത്രം കൊണ്ട് പോയിട്ട് കാര്യമില്ല, ഞാൻ തന്നെ തുറന്നു തരണ്ടേ എന്നും പറഞ്ഞിട്ട് കൂടെ വന്നിട്ട് കത്തിയും എടുത്തിട്ട് കഴിഞ്ഞ് തുറന്നു തന്നതാണ് കേട്ടോ. ഭയങ്കര ടൈറ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് ജിനി ഇത്ര വലിയ ജിമ്മത്തി ആയിട്ടാണോ കെട്ടിയനെ വിളിച്ച് പാൽപാത്രം കൊണ്ട് തുറക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ജിമ്മത്തിയും പാൽപാത്രവും തുറക്കുന്നതും തമ്മിൽ എന്താണോ എന്നാവോ ബന്ധം, ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷമൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇത് അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക കേട്ടോ. അപ്പം തന്നെ പ്ലീസ്, നല്ല കുട്ടിയല്ലേ, പ്ലീസ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക കേട്ടോ. അപ്പോൾ കപ്പ കഴിച്ചിട്ട് ആ കമൻറ്റ് നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ജിനിക്ക് ഈ ടീത്ത് ഒരു ബോറും ആയി തോന്നിയിട്ടില്ല, കീപ് ഗോയിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെ കുറേ ഹാർട്ട് ഉണ്ട്, സൂപ്പർ ജിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്താക്ക് ഓപ്പൺ ടോപ്പ് ഇടുന്നതാ മൊഞ്ച് എന്ന് ആണോ? എനിക്ക് ഈ ഒരു ക്ലോത്തിലുള്ള ടോപ്പുകൾ ഇടുമ്പോൾ നമുക്ക് അധികം തടി തോന്നില്ല. എൻ്റെ ഫേവറേറ്റ് ടോപ്പാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഒത്തിരി കാലം മുന്നേ വാങ്ങിച്ചതാണ്. കേടൊന്നും അങ്ങനെ വന്നിട്ടില്ല, എന്നാലും ഇപ്പോൾ കേടുവരാനായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ തുണി ഇനി എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനത്തെ ക്ലോത്തിൽ കുറേ പ്രിൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റ് വഴി. അപ്പം ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ന് ബിരിയാണി പണി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ബിരിയാണി ഞാൻ ഇന്ന് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വേറെ 2 ഡിഷും കൂടെ ജിമ്മിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് അണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അയാൻകുട്ടി അതിൻ്റെ ഇടയിൽ മിഠായി വേണോ ചോദിച്ചിട്ട് വന്നതാണ്. മിഠായി വേണ്ട, രാവിലെ തന്നെ എനിക്ക് മിഠായി വേണ്ട. പൊതുവേ മിഠായി തീറ്റ കുറവാണ്. ഏറ്റവും ഇഷ്ടപ്പോൾ ഡയറി മിൽക്കാണ്, അത് വല്ലപ്പോഴും കഴിക്കും, അത്ര തന്നെ കേട്ടോ. അങ്ങനെ ഇതാ ചായ എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയെല്ലാം ഇരുന്ന് കുടിക്കണം ഒന്ന് സമാധാനത്തോടെ. പക്ഷെ സമാധാനത്തോടെ ഇരുന്ന് കുടിക്കാനുള്ളൊരു സമയമുണ്ടോ ചോദിച്ചാൽ സമയം കുറവാണ്. എന്നാലും സൺഡേ അല്ലേ, ഈ സൺഡേ ഒക്കെ വരുമ്പോൾ തന്നെ രാവിലെ ഈ ഒരു ചായയൊക്കെ സമാധാനത്തോടെ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ചായ എല്ലാം റെഡിയാക്കി എന്താ പറയുക, ഞാൻ തന്നെ ഇതാ റിഹാൻ്റെ ചായ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള ചായയൊക്കെ എടുത്ത് നമ്മൾ സിറ്റ് ഔട്ടിൽ പോയി അവിടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവരോടും സംസാരിച്ച്
പൊതുവേ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഹോളിൽ തന്നെ ഇരുന്നിട്ട് കുടിക്കും, വേഗം കുടിക്കും. ഒരു ഹാഫ് ഗ്ലാസ് ചായ അല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഹോളിൽ തന്നെ ഇരുന്നിട്ട് അത് കുടിക്കും കേട്ടോ. ബാക്കി സ്കൂളിലില്ലാത്ത സമയത്തൊക്കെ സിറ്റ് ഔട്ടിൽ പോയി ഇരുന്ന് കത്തി വെച്ച് അങ്ങനെ കുടിക്കാറുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബുക്കിൽ എഴുതി ആണോ നോക്കി വായിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, ഞാൻ ബുക്കിലൊന്നും എഴുതി വെക്കാറില്ല. പക്ഷേ കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ ഫോണിൽ നോക്കിയിട്ട് വായിക്കും, വേറെ ഫോണിൽ നോക്കിയിട്ട് വായിക്കും കേട്ടോ. ബുക്കിലൊന്നും എഴുതി വെക്കില്ല. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് വരികയായിരിക്കും. നമ്മൾ നോർമൽ സംസാരിക്കണ പോലെയല്ലല്ലോ വായിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ടായിരിക്കും. അപ്പോൾ മട്ടൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കയും കുട്ടികളും പോയത് കേട്ടോ. ബീഫ് പിന്നെ നമുക്ക് ഹോം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് അവർ അയക്കും. അങ്ങനെ ഇതാ എന്തൊക്കെയോ വായടിച്ച് പോകുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്നൊന്നും. ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോൾ നമ്മുടെ നാട്ടിലെ മുത്തി ഉണ്ടായിരുന്നു അവിടെ അവരെടുത്ത് നിന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു കേട്ടോ. കുറേ കാലമായി കണ്ടിട്ട് പുറത്തൊന്നും ഇറങ്ങണില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവരുടെ വിശേഷമൊക്കെ ചോദിച്ച് ഞാൻ ഇതാ ഉള്ളിലോട്ട് തന്നെ പോന്നു. പിന്നെ ഹായ് ജിനി, ബയോട്ടിൻ ചെയ്താൽ മുടിക്ക് നല്ലതാണോ? ബയോട്ടിൻ എന്ന് പറയുന്നത് നല്ല ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഇതാ നമ്മുടെ വീട്ടിൽ കണ്ണിമാങ്ങ വീഴാൻ തുടങ്ങി, കാറ്റല്ലേ, ഭയങ്കര കാറ്റാണ്. മാവിൻ്റെ ചൂട് മൊത്തം കണ്ണിമാങ്ങലാണ് കേട്ടോ. അപ്പോൾ ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് അല്ലേ, ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് ഹെയർ ലോസിന് ചെയ്യണതാണെന്ന് ഞാൻ കേട്ടത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ പോയി ചെയ്തതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അത് ചെയ്ത പിന്നെ എൻ്റെ ഹെയർ കൊഴിയണമൊന്നുമില്ല. അതിന് മുമ്പേ ഭയങ്കര കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ കാറ്റ് സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷനുള്ള സമയത്ത്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഹെയർ ലോസ് വരാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇപ്പോൾ കൊഴിയണില്ല കേട്ടോ. നമ്മൾ ചീവുമ്പോൾ ചിലപ്പോൾ ചീപ്പിലൊരു മുടി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തായാലും ഞാനിതാ പുറമേയൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്ത് ഇനിയിപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം. ഞാൻ വീഡിയോ ഫുൾ കാണാറുണ്ട് കേട്ടോ. ഇന്ന് തുടക്കത്തിൽ നല്ല കളർഫുൾ ഡ്രസ്സാണല്ലോ, നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആ ബ്ലൂ ടോപ്പാണല്ലേ, അത് കുറച്ച് ലെങ്ത്ത് കുറവാകും. എനിക്ക് ലെങ്ത്തുള്ള ഡ്രസ്സുകളായിട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് തോന്നിക്കും. ലെങ്ത്ത് കുറവാകുമ്പോൾ നമ്മളൊരു കുള്ളത്തി ലുക്കായിരിക്കും കേട്ടോ, കുറച്ച് തടിച്ച് കുള്ളത്തിയായിട്ട്. ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ജിനി കുറച്ച് ഓവറാണല്ലോ എന്ന്, പഠിച്ചോനെ എൻ്റെ മുത്തേ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തളർത്തരുത് പ്ലീസ്. ഹെർബൽ ലൈഫ് കഴിച്ചപ്പോൾ അതിൽ സ്കിൻ ഗ്ലോ ആവാൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ പ്ലീസ്? റിപ്ലൈ പറയണോ? ഹെർബൽ ലൈഫ് അത് ഉണ്ടെന്ന് അറിഞ്ഞു, അതാ ചോദിച്ചത്. ഹെർബൽ ലൈഫിൽ ഒത്തിരി സാധനങ്ങളുണ്ട്, സ്കിന്നിന്, പിന്നെ ഫേസിന്, ഹെയറിന്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നല്ല ക്യാഷും ആവും. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചതാകെ അവരുടെ പ്രോട്ടീൻ പൗഡർ പ്ലസ് അവരുടെ ഒരു എ ഫ്രഷ്, പിന്നെ ഞാൻ സെല്ലുലോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വയറിലുള്ള ഫാറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല റേറ്റാണ്, വെറുതെ അതൊന്നും മേടിച്ച് കഴിക്കേണ്ട സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ഹെർബൽ ലൈഫിൻ്റെ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിൽ ഹെർബൽ ലൈഫിൻ്റെ ബോട്ടിലുകളൊക്കെ കാണുന്നത് ഒഴിഞ്ഞതാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴും മേടിച്ച് കുടിക്കുന്നുണ്ട് എന്നല്ല അർത്ഥം. ഓക്കെ, അപ്പോൾ പല വീഡിയോസും കാണുമ്പോൾ കമൻറ്റ്സ് വരുന്നതാണ്, ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുന്നുണ്ടോ. ഇൻസ്റ്റയിലൊക്കെ കാണാൻ കുറേ ഫോർവേഡ് വീഡിയോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും കേട്ടോ. അവർ നമ്മളെ നല്ലതിനായിരിക്കും അയച്ചു തരുന്നത്. പക്ഷെ ഞാൻ കുടിക്കുന്നില്ല. അത് കുടിച്ചോണ്ട് ഞങ്ങൾക്ക് മോശമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബീഫ് വന്നത്. വേഗം പോയി ബീഫൊക്കെ മേടിച്ചിട്ട് വന്നു. ആരോ കൊണ്ടുവന്ന് തന്നു. താങ്ക്സ് പറഞ്ഞപ്പോൾ മുഖത്തോട്ട് പോലും നോക്കാണ്ട് പോവുകയും ചെയ്തു കേട്ടോ. ആരാന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്രയും ദൂരം നമുക്ക് കൊണ്ടുവന്ന് തന്നതല്ലേ, അപ്പോൾ ഒരു നന്ദി പറയണ്ടേ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബീഫ് മേടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചതിനടുത്ത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ ഉണ്ടാക്കിയ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചപ്പാത്തി ചുട്ട് അവിടെ വെക്കാം. പിന്നെ തികയാത്തവർക്ക്, അതായത് എനിക്ക് ഇക്കാക്കൊക്കെ മറ്റേ അയ്യോ നമ്മുടെ ഇതില്ലേ കോൺഫ്ലെക്സ്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ മൾട്ടിഗ്രെയിൻസിൻ്റെ, എനിക്ക് അതിൻ്റെ പേര് കിട്ടൂല കേട്ടോ, അതാണ് പ്രശ്നം. അത് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് കുക്കിംഗ് ഉള്ള ദിവസം എനിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങൂല കേട്ടോ, എന്താണെന്നറിയില്ല. ഇതിപ്പോൾ ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കാനും കൂടിയല്ലേ, അവരെൻ്റെ ഫുഡ് ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്ക് ഫുഡ് അധികം ഇറങ്ങിയില്ല. ഞാൻ ഒരു ചപ്പാത്തി മാത്രം കഴിച്ചു. പൊതുവേ കുക്കിംഗ് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല.
അത് ഞാൻ മാത്രമായിരിക്കില്ല, കുറേ പേര് അങ്ങനെ ഉണ്ടാവും. ഒരുപാട് മസാല മണവും അതും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഒന്നും കഴിച്ചിറങ്ങില്ല. പിറ്റേ ദിവസം നമ്മൾ എൻജോയ് ചെയ്തിട്ട് കഴിക്കുള്ളൂ. പെരുന്നാളിനൊക്കെ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ. പിന്നെ എന്ത് പല്ല് കയ്യും കാലും ഇല്ലാതെ എത്ര മനുഷ്യരുണ്ട് ദുനിയാവിൽ. എൻ്റെ ഒരു പല്ല് മാത്രം പൊന്തിയിട്ടാണ്. എന്ത് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും. അത് ശരിയാണ് മുത്ത് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ കുറവ് പഠിച്ചവൻ എല്ലാവർക്കും തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ കുറവാണെന്ന് വിചാരിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കണ്ട. ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോയത് എൻ്റെ പല്ല് നിരപ്പിനുള്ള പല്ലായിരുന്നു. അത് പെട്ടെന്ന് പൊങ്ങിയപ്പോൾ അതിൻ്റെ റീസൺ എന്താ, അത് താഴ്ത്താൻ പറ്റുമോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയത്. പക്ഷേ അത് താഴ്ത്താനുള്ള മെനക്കേടൊക്കെ ആലോചിച്ചപ്പോൾ പേടിയായി. റീസൺ അത് മോണരോഗം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പല്ലെപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. ഇതേ തന്നെയാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തതും ഡീപ്പ് ക്ലീൻ ചെയ്തതും. ഇപ്പോൾ ഞാൻ ഒരുപാട് സമയമെടുത്ത് ബ്രഷ് ചെയ്യും. എൻ്റെ പല്ലിൽ അഴുക്കൊന്നും നിൽക്കാണ്ട് ഞാൻ നല്ലപോലെ സമയമെടുത്തിട്ടാണ് ബ്രഷ് ചെയ്യുക. കണ്ണാടി നോക്കി ഓരോ പാർട്ടായിട്ട് ഞാൻ ബ്രഷ് ചെയ്യും. സമയമെടുത്ത് തന്നെ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ നന്നായി ബ്രഷ് ചെയ്യുക. പണ്ട് വേണമെങ്കിൽ അധികം ബ്രഷ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആഫ്റ്റർ മാരേജാണ് രാത്രി ബ്രഷ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പലരും കുട്ടികളാകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ കുട്ടികളും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറയുമ്പോൾ അവർ ബ്രഷ് ചെയ്യും രാവിലെ എണീച്ചിട്ട് ബ്രഷ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. രാവിലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പക്ഷേ രാത്രിയാണ് നമ്മൾ ശരിക്കും ബ്രഷ് ചെയ്ത് കിടക്കേണ്ടത്. അതൊക്കെ ഇപ്പോഴല്ലേ തലയിൽ കയറിയത്. അപ്പോൾ എന്തായാലും എൻ്റെ എല്ലിൻ്റെ ബലം അങ്ങനെ കുറഞ്ഞതാണ്. അത് കാരണം എൻ്റെ പല്ല് വേറെ വന്നപ്പം ഫ്രണ്ടിലുള്ള പല്ല് ഒരെണ്ണം ഗ്യാപ്പില്ലാണ്ടായപ്പോൾ മുന്നോട്ട് വന്നു. ഇതാണ് പ്രശ്നമായത് കേട്ടോ. അങ്ങനെ പല്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ. ഇതാ ഇവർ മട്ടനും കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. മട്ടനും ചിക്കനും എടുക്കാൻ പറഞ്ഞു ഞാൻ ഇനി അവിടുന്ന്. കാരണം ഇനിയിപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ അവിടെ നിന്നാണ് സാധാരണ നമ്മൾ ചിക്കൻ എടുക്കാറ്. അപ്പോൾ ഇനി അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ഞായറാഴ്ചയും കൂടിയല്ലേ, അവർ ഭയങ്കര തിരക്കുമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾ പോവല്ലേ, ഇനിയിപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്നു. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. വന്നതും ചപ്പാത്തി കഴിക്കാൻ കേട്ടോ. അവനൊന്ന് സമാധാനത്തോടെ കഴിക്കാൻ വിടുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടാക്കിയ പോലെ ഉണ്ടല്ലേ, എന്തോ പറഞ്ഞതാ. അങ്ങനെ ഉമ്മ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ബാക്കിയുള്ളവർക്ക് നന്നാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മ അവിടെ നന്നാക്കുന്നുണ്ട്. റിഹാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു, പഠിച്ചവനറിയാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇന്ന്. ഈ ഒരു വീഡിയോ ഞാൻ റിപ്പബ്ലിക് ഡേക്ക് എടുത്തതാണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം കണ്ട സംഭവമാണ് കേട്ടോ, ഒരു പൈനാപ്പിൾ പായസം. അത് കണ്ടതും അയ്യേ ഇത് നന്നായിരിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയാണ് ഞാനത് ഉണ്ടാക്കിയത്. എന്നാലും നമുക്ക് ചിലത് കാണുമ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തോന്നൂലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്യില്ലാത്തത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പം നമ്മൾ പാലിൻ്റെ ആട പെട്ടെന്ന് തന്നെ എന്താക്കിയെടുത്തു ബട്ടറാക്കി എടുത്തിട്ട് ഞാൻ അതിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ പകുതി എടുത്തതിന് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നെയ്യാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ ബട്ടറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് പഴയതിനെ ഇതിലോട്ട് ഇട്ടിട്ട് നെയ്യാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് പുതിയ ബട്ടറിനൊന്ന് റീഫിൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, പഴയ ബട്ടർ ബാക്കി ഉണ്ടെങ്കിൽ അതിനെ നെയ്യാക്കും. പിന്നെ പുതിയത് എടുക്കുമ്പോൾ പുതിയതിനെ ഇങ്ങനെ ആക്കി വെക്കും. ബട്ടർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യം വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബട്ടർ എടുത്ത് വയ്ക്കുന്നത്. ഇതിൽ ബാക്കി വന്നാൽ നെക്സ്റ്റ് ടൈം നെയ്യാക്കുമ്പോൾ ആക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പായസം ഇതാണ്. നല്ല മൊഞ്ചില്ലേ കാണാൻ. മൊഞ്ച് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഓവറാണെന്നൊന്നും പറയണ്ട, നമ്മൾ അലിഞ്ഞു പോകും. അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ശർക്കര ഒരു 5 അച്ചൊക്കെ മതിയാവും കേട്ടോ. ശർക്കര മെൽഡാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നന്നാക്കിയിട്ട് കുഞ്ഞു പീസാക്കുക. എത്രത്തോളം കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞു പീസാക്കിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറേ
കെയർ ചെയ്യാനുണ്ട് കേട്ടോ, അതായത് ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ. ഈത്തപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതേപോലെ നോക്കണം കേട്ടോ. ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ അത്രയും ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ കയ്യിൽ, ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാം കൊളായിപ്പോവും. അങ്ങനെ നെയ്യൊക്കെ ഇവിടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതാ ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞാക്കി മുറിച്ച നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ശർക്കര, അതായത് എന്താ പറയുക, ഇതാ ഈ ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1/4 പാത്രത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 അച്ച് ശർക്കര എടുക്കാം കേട്ടോ, നമുക്ക് 4-5 ഒക്കെ എടുക്കാം. ഇനിയിപ്പോൾ മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം, കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു പകുതിയോളം പൈനാപ്പിൾ ഇങ്ങോട്ട് കോരിയെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു തിക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അത് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ മൊത്തം നമ്മളിങ്ങനെ കടിച്ച് അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ പകുതി കടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്, പകുതി ഇതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. തേങ്ങാപ്പാൽ 2 പാല് ഞാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒഴിക്കുമ്പോൾ ഈ സ്പൂൺ അങ്ങോട്ട് എടുക്കാൻ പാടില്ല. ചട്ടുക സ്പൂൺ എന്താ കയ്യിൽ വെച്ചാൽ അത് എടുക്കാനേ പാടില്ല. തിളയ്ക്കണവരെ നമ്മൾ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പിന്നെ 2-3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൈയൊക്കെ വേദനിക്കും, എന്നാലും ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ശരിക്കും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എൻ്റെ പായസത്തിൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത പായസം എനിക്ക് വളരെ കുറവാണെന്നുള്ളത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പേ ഇപ്രാവശ്യം ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു. കാരണം എനിക്ക് ഈ പായസം തിക്ക് വരുമെന്ന് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തിക്ക് വേണം പായസം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക. പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയ പിന്നെയാണ് ഞാനിവിടെ 1-ാം പാല് കട്ടിക്കെടുത്തത് ഒഴിച്ചു കൊടുത്തത്. കാരണം റിസ്ക് എടുക്കണ്ടല്ലോ, കാരണം പിരിഞ്ഞു പോയാലോ എന്ന് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് അങ്ങ് ഇട്ട് കൊടുത്ത് സത്യം പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയാലോ എന്ന് വരെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ കാണുമ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. പക്ഷേ എൻ്റെ അമ്മോ, സത്യം പറയാം ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പായസം കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ പറയല്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എന്നെ ഉണ്ടാക്കി നോക്കണം. അതിൽ പാല് കുറച്ചിട്ടും സ്പൂൺ എടുക്കാണ്ട് ഇളക്കിയിട്ട് പിരിഞ്ഞു പോയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ. പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോട്ടയത്തോ കൊല്ലത്തൊക്കെ സദ്യയിൽ വിളമ്പുന്ന പായസമാണിത്, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1.4 മില്യൺ വ്യൂസ് നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ അവിടെ കാണുന്നത്. ഓവർ എക്സ്പ്രഷനൊന്നുമല്ല. എനിക്ക് ഫുഡ് ഭയങ്കര ആസ്വദിച്ച് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉമ്മാക്കും ഇക്കാക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ ഞാൻ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടിയും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ പപ്പ കയ്യിൽ നിന്ന് ഇട്ടുകയാണ്, ഞാൻ വേഗം സ്പൂണിലെടുത്ത് കൊടുത്തു. അങ്ങനെ എല്ലാവരും കഴിച്ച് ഇക്കങ്ങനെ കഴിച്ച് കഴിഞ്ഞത് കൊണ്ടല്ലോ ആ പാത്രം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കേട്ടോ. ബാക്കി ഞാൻ തീർത്തോളാന്നും പറഞ്ഞിട്ട്. അപ്പോൾ അയൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അയൻകുട്ടി പുറത്ത് എവിടെയോ പോയിട്ടോ, കസിൻ്റെ വീട്ടിൽ. പിന്നെ അവൻ വന്ന ശേഷം അവനക്ക് കൊടുത്ത്. എൻ്റെ വീട്ടിൽ ഏറ്റവും പായസക്കൊതിയൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൻകുട്ടി തന്നെയാണ് കേട്ടോ. എത്ര കപ്പ് കൊടുത്താലും കുടിക്കും. അപ്പോൾ അവനക്ക് കൊടുത്തിട്ട് ഞാൻ ഏതാണ് എന്താണ് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവനക്ക് വേഗം മനസ്സിലായിട്ടോ. പൈനാപ്പിൾ പായസമാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. വേഗം എൻ്റെ കയ്യിൽ നിന്ന് ആ ബൗൾ അങ്ങോട്ട് മേടിച്ചു കേട്ടോ. ഒരു സ്പൂൺ ഞാൻ എങ്ങനെയൊക്കെയോ വായിലിട്ടതാണ്. അതിന് ശേഷം അവന് ആ പാത്രം അവന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാലോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ പായസം വെച്ച ശേഷം നെക്സ്റ്റ് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. പക്ഷെ ബിരിയാണിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, റെസിപ്പി വീഡിയോ എടുത്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്, FBയിലും ഉണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട്. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ 3 മില്യൺ വ്യൂസാണ് അതിൽ വന്നത്. അതിലുണ്ടല്ലോ ഫുള്ള് ഹിന്ദിക്കാർ. ഇത് ബിരിയാണിയല്ല, ഇത് അതല്ല, ഇത് ഇതല്ല, ഇത് ഇതാണ്, എന്തൊക്കെയാ കമൻസ് എന്നറിയോ. നല്ല രസമുണ്ടായിരുന്നു. അവസാനം എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടായപ്പോൾ എൻ്റെ ഇരുന്നിട്ട് കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജിനിത്ത എൻ്റെ പല്ലും ജിനിത്താനെ പോലെയാണ്. സമാധാനം പറയുന്നവർ പറയട്ടെ, ജിനി മുന്നോട്ട് പോക്കോ. ഓക്കെ, താങ്ക് യു. പിന്നെ പച്ച ഹാർട്ട് കാണുന്നില്ല ഫോണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് ഇട്ടാൽ മതി, കുഴപ്പമില്ല.
അപ്പം ഞാനിതാ ബിരിയാണിക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്യാനും കൂടിയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. നമ്മുടെ സ്വന്തം ബിരിയാണിയാണ്, റാവുത്തർ ബിരിയാണി എന്ന് ഫുള്ളായിട്ട് ഞാൻ പറയില്ല, റാവുത്തർ പ്ലസ് എൻ്റെയും കൂടിയുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഞാൻ എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ സൂപ്പർ ജിനി എവിടെയാണ്, അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഓക്കെ താങ്ക് യു. പിന്നെന്താ, നമ്മുടെ FBയിലുള്ള കമൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യുക. ഇവിടെ ഫുഡ് കൺട്രോളിൽ തന്നെ. എല്ലാവർക്കും വെറൈറ്റി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് പറഞ്ഞ പോലെ ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള അത്ര കഴിക്കാറില്ല, പള്ള ഫുള്ളാക്കി കഴിക്കാറില്ല. ഞങ്ങളുടെ മലപ്പുറംകാർ പറയുന്ന പോലെ പള്ള ഫുള്ളാക്കി ഞങ്ങൾ ആരും കഴിക്കില്ല. അയാൻകുട്ടിയാണ് അങ്ങനെ കഴിക്കുന്ന ഒരാൾ, പക്ഷേ ഇപ്പോൾ അവനും കഴിക്കുന്നില്ല. അവൻ ഫുട്ബോൾ ക്യാമ്പിന് ചേർന്ന പിന്നെ അവനക്ക് ഫുഡ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതായത് മാസ്റ്റർ പറഞ്ഞു ഇത്ര ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനി രാത്രി 2 ചപ്പാത്തിയൊക്കെ മതി എന്നുള്ളത് അവന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും വെറൈറ്റി ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവരും കഴിക്കും. ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കുറവ് കേട്ടോ. വീഡിയോ ഒക്കെ സൂപ്പറാണ് കേട്ടോ, താങ്ക് യു സോ മച്ച് ജിനി തട്ടുകട. ഓക്കെ. അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിതാ ചില്ലിക്ക് ഒന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വറുക്കാൻ നേരത്ത് ഞാൻ അതിൽ ഇച്ചിരി കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ദമ്മിട്ട് വെച്ചത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ദമ്മ ഓപ്പൺ ആക്കുമ്പോഴേ മേലത്തെ റൈസ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തോന്നുമെങ്കിലും ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ, പാകത്തിനുള്ള വേവായിട്ടുണ്ടാവും. മിക്സ് ചെയ്യുമ്പോൾ റെഡിയാവും. കാരണം നമ്മളിത് ഒരുപാട് ദമ്മിട്ട് കഴിഞ്ഞാൽ ഉപ്മാവ് പോലെ ആയിപ്പോവും കേട്ടോ. നമ്മളിവിടുത്തെ ബിരിയാണി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് നമ്മൾ കൂടുതൽ ജീരകശാല അരിയിലാണ് ബിരിയാണി വെക്കാറ്. അപ്പോൾ ഞാൻ കുറേ ആയി ബാസ്മതിയിൽ വെച്ചിട്ട്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബാസ്മതി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കും. അതേപോലെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണി ഇങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടമായോ ഇത്താന്ന്. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്കെന്തിനാ സങ്കടം. ഞാൻ 10-16 വർഷം മലപ്പുറം കൾച്ചറിൽ ജീവിച്ച ആളാണ്. അവിടുത്തെ ഫുഡും അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് വളർന്ന ഒരാളാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ 17 വർഷം ആവാനായിട്ടോ. അപ്പോൾ 17 വർഷമായി. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അവിടുത്തെ ഫുഡൊക്കെ ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ബിരിയാണി അല്ല ബിരിയാണി, അവിടുത്തെയാണ് ബിരിയാണി, ഇവിടുത്തെ ചോറല്ല അവിടുത്തെയാണ് ചോറ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറേ ആൾക്കാർക്ക് അതിനുള്ളൊരു പക്വതയില്ല, അല്ലാണ്ട് ഞാൻ എന്താ പറയുക, അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു. അത്രേ ഞാൻ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് എൻ്റെ ബിരിയാണി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. എന്തിനാണ് അതിനൊക്കെ സങ്കടം വരുന്നത്? പിന്നെ ബിരിയാണി പോട്ടിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അന്ന് വെച്ചത് 3 കിലോ അരി 3 കിലോ ഇറച്ചിയാണ്. ശരിക്കും ഒരു 4 കിലോ 4.5 കിലോ വരെയൊക്കെ കൊള്ളു കേട്ടോ. അത്രയും അടിപൊളി പോട്ടാണ്. എനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. 2500-3000 രൂപ, അങ്ങനെ 3500-ൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് റേറ്റ്. പിന്നെന്താണ്, അല്ല ഉള്ളിയും തക്കാളിയും ഒക്കെ എണ്ണമാകുമ്പോൾ അരിയും കൂടെ എടുക്കാലോ എന്ന്. എടുത്തോ, കുഴപ്പമില്ല, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അരി എണ്ണി എടുക്കണം കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണി മാറ്റി വെച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ അരി 1 2 3 പറഞ്ഞിട്ട് എണ്ണി എടുത്തോ, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി, എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ രാത്രി എനിക്ക് കുക്കിംഗ് ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ചില്ലിയും ബിരിയാണിയും പിന്നെ സാലഡ്, അങ്ങനെ പായസം, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെന്താണ്, ബിരിയാണിയുടെ റെസിപ്പി അങ്ങ് പോയിട്ട് ഒത്തിരി പേര് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണ് തോന്നുന്നു കേട്ടോ. എന്താ പറയുക, ഇത് ഞങ്ങളുടെ ഇറച്ചിച്ചോറാണെന്ന് പറയുന്നത്. ഇറച്ചിച്ചോറും ഈ ബിരിയാണിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിയിലത്തെ ഇറച്ചിച്ചോറും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മട്ടരിയിൽ ഉണ്ടാക്കുന്നതാണ്, മട്ടാഞ്ചേരി ആ ഭാഗത്തൊക്കെ ഉള്ള ഇറച്ചിച്ചോറ്. നമ്മൾ എന്താ പറയുക, കണ്ണൂർ ആ ഭാഗത്തൊക്കെ ചെറിയ അരിയിലാണ്, ബിരിയാണി അരിയിലാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പക്ഷെ അതും ഇതും നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഉണ്ടാക്കും ചെയ്തിട്ടുണ്ട്, കഴിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇടുന്ന സമയം, അത് ഇടുന്ന രീതി, ഇതിലൊക്കെ
ഒക്കെ ഫുഡിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. സ്വയം എന്താ പറയുക അറിഞ്ഞ ആളാണ്. ഈ റാവുത്തർ ബിരിയാണി തന്നെ ഉണ്ടല്ലോ, ഫസ്റ്റിൻ്റെ മല്ലിയില പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അല്ല നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ആപ്പിളോ? ആപ്പിളല്ല, പറഞ്ഞെടുക്കില്ല കേട്ടോ. കഴിക്ക്. അയാൾ പിന്നെ നേരത്തെ കണ്ടുപിടിച്ചു. ഫുള്ള് പഠിത്താ രണ്ടാളും വരുന്നു. ഫുട്ബോളും ഉണ്ടോ? അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞു റെസ്റ്റ് എടുക്കുമ്പോഴേക്കുമാണ് അയാൻ്റെ ഫ്രണ്ട് വന്നത്. പിന്നെ അവർക്ക് പായസമൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം മുതൽ രാവിലെയാണ് നമ്മുടെ വ്ളോഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രാത്രി ഒന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇന്നും ഫുഡ് കൊണ്ടുവരും എന്നുള്ളത്. പിന്നെ ഞാൻ അവരിനൊക്കെ വിളിച്ച് കാറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് വരാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവരെന്തിനാ ഞങ്ങളൊക്കെ വേണോ ചോദിച്ചപ്പോൾ വേണം, 5-6 ബോക്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ അവരെന്നെ ഇങ്ങനെ ഷോക്കായി. ഇത്രയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് അവർ ഒക്കെ എടുത്ത് വയ്ക്കണം. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒക്കെ എടുത്തിട്ട് കഴിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഇത് കാണണം, റിയാക്ഷൻ കാണണം എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് എടുപ്പിച്ച് ടേസ്റ്റ് നോക്കാൻ വെച്ചിട്ട് അപ്പോൾ അവർ ബിരിയാണി ടേസ്റ്റ് നോക്കിയിട്ടില്ല, ബീഫും ചിക്കനൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ബീഫ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ വീട്ടിൽ പോയാൽ എൻ്റെ ഉമ്മ ബീഫ് എന്നെ കൊണ്ട് തന്നെ വെപ്പിക്കുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് ബീഫ് വെക്കാൻ അറിയില്ല, അവരുടെ എസ്കേപ്പ് ആവാറുണ്ട് എപ്പോഴും. ഇനിയിപ്പോൾ ഞാൻ വെച്ച് കൊടുക്കേണ്ടി വരും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ജിമ്മിന്ന് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും ബീഫിൻ്റെയും ചിക്കൻ്റെയും കാര്യം അവർ കഴിക്കണതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ പിന്നെ റെസിപ്പി കാണിക്കാണ്ടിരുന്നാൽ ഭയങ്കര മോശമാവില്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ പകുതി മുക്കാലും കുക്ക് ചെയ്ത് ഇവിടെ വെച്ചു. എന്നിട്ട് വീണ്ടും മോർണിംഗ് എണിച്ചിട്ട് ഞാൻ നല്ല ബ്ലാക്ക് കളറാക്കിയിട്ടാണ് കേട്ടോ ഈ ബീഫ് കൊണ്ടുപോയത്. അതേപോലെ ചിക്കന് നമ്മൾ പകുതി കുക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ മോർണിംഗ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളതൊക്കെ കേട്ടോ. കാണുമ്പോൾ തന്നെ എന്തായാലും വായിൽ വെള്ളം വരുള്ളൂ. എനിക്കിങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീഫ് നമ്മൾ പക്ക നാടനാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതൊന്ന് നന്നായിട്ട് വറുത്തങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ചട്ടിയിൽ നിന്ന് വേഗം മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ 2.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് പകുതി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 10-20 ചെറിയ ഉള്ളിയും ഒരു 5-6 പച്ചമുളക് കീറിയതും, പിന്നെ 2-3 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൈ വെച്ചിട്ട് കറിവേപ്പിലയിട്ട് നന്നായി അങ്ങ് തിരുമ്മി അങ്ങ് എടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച മസാലയിൽ നിന്ന് പകുതി മുക്കാലും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണം കേട്ടോ, കളയല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കുക്കറിൽ ഒന്ന് വിസിൽ അടുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 2 വിസിൽ എന്താ പറയുക ഹൈയിലും 2 വിസിൽ ലോയിലും 1 വിസിൽ ഹൈയിലും ആണ് കേട്ടോ ഞാൻ എടുത്തത്. കറക്റ്റ് വേവായിരുന്നു. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വലിയുള്ളി, 2 പച്ചമുളക്, 1 തക്കാളി, 1 കറിവേപ്പില, ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വഴണ്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച ബീഫിനെ വെള്ളത്തോടെ അങ്ങ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വറ്റി അങ്ങ് വരട്ടെ. പിന്നെ നമ്മൾ ബാക്കി വെച്ച ആ മസാലയും കൂടി ഇതിലോട്ട് അങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ടിതാ നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കുക, ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പണാക്കുക, ഇളക്കുക, ഇതേ തന്നെ കേട്ടോ പണി ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് അങ്ങ് തൂവി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഏറെക്കുറെ വറ്റി വറ്റി വരുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ തേങ്ങ ഇങ്ങനെ നീളത്തിൽ അങ്ങനെ കൊത്തിയെടുത്തിട്ടാട്ടോ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തത്. കൊത്തി അരിഞ്ഞില്ല. പിന്നെ കുറച്ച് ഉപ്പ്, ഇച്ചിരി വലിയ ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജീരകം ഇട്ട് കൊടുത്താണ് കേട്ടോ. പൊടി ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ എന്താ പറയുക, നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആവാനായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി അവിടെ അങ്ങ് അടച്ചു വെച്ചു. ഇനി ബാക്കി നാളെ രാവിലെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നോക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ബ്ലാക്ക് ആക്കിയിട്ടാണ് ഞാനത് കൊണ്ടുപോയത്. അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഞാൻ വീഡിയോ അപ്പോൾ കുറച്ച് അടുത്ത് കൊണ്ടുപോയാൽ മതിയായിരുന്നു അല്ലേ ക്യാമറ. എന്തായാലും പക്ക ബ്ലാക്ക് ആക്കിയിട്ട് കണ്ടില്ലേ, ഇതന്നെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കൊണ്ടുകൊടുത്തത്. ബീഫ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജിം മാസ്റ്റർ. ഇനിയും വേണം എൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഈ ഒരു ചിക്കനാണ്, അതായത് വൈറ്റ് ചിക്കൻ കറിയാണ് കേട്ടോ. സംഭവം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ബട്ടറാണ് കേട്ടോ നമുക്ക് ഇതിലോട്ട് വേണ്ടത്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിവിടെ ചെറിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമ്മൾ ഇതിലോട്ടൊരു 3 വലിയുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുഞ്ഞതായിട്ട് ചോപ്പാക്കിയാലും കുഴപ്പമില്ല, പേസ്റ്റാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളക് കേട്ടോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഞാൻ എൻ്റെ വക ഇട്ട് കൊടുത്താണ്. എനിക്ക് കുറച്ചൊക്കെ എരിവ് വേണ്ടേ. പിന്നെ കഴുകി വൃത്തിയാക്കിയ ഏകദേശം 1 കിലോൻ്റെ മുകളിലുണ്ട് ചിക്കന്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ടാവും. ഇത് കുക്ക് ചെയ്യാനുള്ള വെള്ളം ചിക്കനേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. ഏകദേശം 1 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയൊരു സ്പൂണിൽ കുരുമുളക് പൊടി, ചെറിയ സ്പൂണിൽ തന്നെ ഗരം മസാല. ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കാണുന്നുണ്ടല്ലോ, ഇത്ര എടുത്തിട്ടുള്ളൂ ഞാൻ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. ഇത് ഡയറ്റൊക്കെ ചെയ്യണവർക്ക് കുഴപ്പമൊന്നുമില്ല, ബട്ടറൊക്കെ അല്ലേ കഴിക്കുക. പിന്നെ കാഷ്യൂ ബദാമൊക്കെ പേസ്റ്റ് വരുമ്പം എന്താവും അറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ മേലേക്ക് കയറേണ്ട ആരും. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലോട്ട്, നല്ല കട്ട തൈര്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. പാലൊഴിച്ചിട്ട് നമ്മൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കും, അത് ഞാൻ കാണിക്കാം കേട്ടോ വേറൊരു ദിവസം. അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും ബട്ടറൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഒരു 10 കാഷ്യൂ 10 ബദാമും കൂടി കുതിർത്തിയിട്ട് അരച്ചതാണ്. 10 എന്നുള്ളത് 15 ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. കുതിർത്തിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത പേസ്റ്റാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും കറി ഉണ്ടല്ലോ ഭയങ്കര തിക്കായിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കിയ ശേഷം നമ്മൾ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം, മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മളിതിലോട്ട് ഇനി കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പർ. ഏറ്റവും നല്ലത് കസൂരി മേത്തി, മല്ലിയിലയും പെപ്പറുമാണ് കേട്ടോ. ഒറിഗാനോ വേണം എന്നില്ല, ഇല്ലാണ്ടിരിക്കാൻ നല്ലത്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ സെർവ് ചെയ്തെടുക്കുക, കഴിക്കുക. ഇതിലോട്ട് എന്താണ് ഏറ്റവും കോമ്പിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നല്ല പത്തിരി, നെയ്പത്തൽ, പൊറോട്ട, നെയ്ച്ചോറ്, ഇതൊക്കെ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് മാത്രം മതിച്ചാൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ സംഭവം കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഈ 2 റെസിപ്പിയും പായസം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എന്തായാലും ഫുഡെല്ലാം എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഞാനും ഹാപ്പി, അവരും ഹാപ്പി. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.